അട്ടപ്പാടിയിൽ വന്നപ്പോ ഇവിടെ എന്തോ ഡച്ച് മാതൃകയിൽ ഒരു ഒന്നും മൈക്കോത്തുണ്ടേ ഡച്ച് മാതൃകയിൽ ഇവിടെ ഒരു ഭയങ്കര പാലമൊക്കെ പണിയുണ്ട്. ആ പാലാണിത്. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി വിദേശത്ത് പോയി പഠിച്ചിട്ട് വന്നിട്ടുള്ള ആ പാലാണ്. മൊയ്നുഖാനത് കൃത്യമായി കാണിച്ചു തരാം. ഇതെന്താ സംഭവം, എന്താണിത്? എന്താ ഈ പോയി? ഇതൊരു ആകാശ എലിവേറ്റർ. അങ്ങനെ എനിക്കത് കൃത്യമായി അത് ആകാശപാത. അതായത് ആൾക്കാർ ഇവിടെ നിന്ന് റോപ്പിട്ട് അതിന്റെ മേലെ കയറി അവിടുന്ന് റോപ്പിട്ട് ഇറങ്ങി വെള്ളം പൊങ്ങി കഴിയുമ്പോ വെള്ളത്തിൽ അവിടെ ഒരു ബോട്ട് ഇറക്കി അവിടെ നിന്ന് നേരെ താഴെ സർക്കാരിന്റെ പൊതുവഴിയുണ്ട്. ആ പൊതുവഴിയിലൂടെ പോവാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഈ സംഭവം പണിതുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പൊ നിലവിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പൊതുവഴിയാണ്. ഓക്കെ, ഞാനിപ്പോ അവിടുന്ന് മറ്റേ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വന്നു. അവിടെ വന്ന് ഇത് എവിടെ എത്തിയപ്പോ പിന്നെ ഒരു മഞ്ഞ കയറ് മാത്രമാണ് കണ്ടത്. അവിടെ എങ്ങനെ ഇതിലേക്ക് കണക്ട് ആക്കണം? മേലേക്ക് കയറാം, അത്രേ ഉള്ളൂ. റോപ്പ് വെച്ച് കയറാം. റോപ്പ് ഇല്ലാത്തപ്പോ ഇതിന് മൊയിനൊക്കെ നോക്ക് ഇവിടുത്തെ എങ്ങനെയെങ്കിലും കയറാൻ പറ്റുമോ? ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ഇത് പരിശോധിക്കാൻ പോലും പറ്റുമോ? ഇതിന്റെ മേലേക്ക് എന്താ സംഭവിച്ചിരിക്കണേ, എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കണേന്ന് നമുക്ക് അറിയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അത് മാത്രല്ല, ഇതിൽ വൻ ഒരു അഴിമതി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് ഇവിടെ ഇങ്ങനെ ഒരു ഇതിന് പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർക്കും ഇതിന് അനുമതി കൊടുത്ത ആളുകൾക്കും ഇവിടുന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് പ്രൈവറ്റ് വ്യക്തികളുടെ ലാൻഡാണെന്ന് ഉറപ്പായിരുന്നു. പൊതുവഴിയായിട്ടുള്ള അപ്പുറത്ത് സർക്കാർ ഭൂമി വഴി പൊതുവഴിയായി കിടക്കുന്ന സ്ഥലത്ത് ഇത് കെട്ടാതെ ഇവിടെ ഇത് കെട്ടിയാൽ എന്താണ് ദുരൂഹത എന്നുള്ളത് ഇതിന് അനുമതി കൊടുത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ ആരെങ്കിലും സമ്മർദ്ദത്തിലാണോ ഇത് ഇവിടെ വന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, എന്താ അറിയോ, ഇത് നിങ്ങൾ ഇതൊക്കെ കൂടി പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലാവാത്ത സംഗതി എന്താ അറിയോ, എന്തിനാണ് ഇവിടെ ഈ പാലം വന്നിട്ടുള്ളത്? ഈ പാലത്തിന്റെ ഉപയോഗം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അതാണ് ഞങ്ങൾ ഈ നാട്ടുകാരക്കായ ഞങ്ങൾക്കും മനസ്സിലാകാത്തത്. കാരണം ഇങ്ങനെ ഒരു ആകാശപാത പണിതുകൊണ്ട് അക്കരെയുള്ളവർക്കോ ഇക്കരെയുള്ളവർക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് ഇതിന് പ്ലാൻ തയ്യാറാക്കിയ എഞ്ചിനീയർക്കും ഇത് അനുമതി കൊടുത്ത മന്ത്രിസഭയാണെങ്കിൽ അവർക്കേ അറിയുള്ളൂ. ഈ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു പൈസ മാത്രം ഉണ്ടാക്കാൻ ഒരു ഗൂഢസംഘം പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കിയതായിട്ടാണ് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിന്റെ താഴെ എന്തെങ്കിലും വല്ല ബണ്ടോ അങ്ങനെ തടയണ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാം. അല്ല, ഈ തടയണ നിങ്ങൾ തന്നെ മൊയ്നുക്കൊന്ന് നോക്ക്. ഈ തടയണ കൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് വെള്ളം കെട്ടി നിൽക്കുവോ? വാട്ടർ ലെവലും തടയണയുടെ വാട്ടർ ലെവലും മേലെയുള്ള വെള്ളം വരുന്ന ഇതൊന്ന് നോക്കിയോ? അപ്പൊ അറിയാം ഇത് തടയണയാണോ അതോ ഇത് ആൾക്കാർക്ക് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാണേക്കാളും ഈ നാട്ടുകാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇത് എന്താണ് ഈ സംഭവം? ഈ സിമന്റ് കോൺക്രീറ്റ് കെട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത് എന്തിനാന്ന് ഈ നാട്ടുകാർക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ഇതിലെങ്ങനെ കേറി? ഓക്കെ, ഇതിലെങ്ങനെ വന്നു? ഇതിന്റെ മേലൊക്കെ ഒരു പാലമൊക്കെ ഉണ്ടാക്കി കേറി. ആ കാണുന്നത് എവിടേക്കാണ്? ഇറങ്ങണത് എവിടെയാണ് സ്ഥലം? എങ്ങനെയാണ് അവിടെ ഇറങ്ങാൻ? അതൊരു വ്യക്തികളുടെ സ്ഥലമാണ്. പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലമാണത്. അവരിതിന് വിട്ടുകൊടുക്കില്ല. സർക്കാർ ഭൂമി അപ്പുറത്ത് താഴ്ത്തുണ്ട്. അവിടെ ഇത് ചെയ്യാതെ ഇവിടെ ചെയ്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്തിനാന്ന് സത്യത്തിൽ നമുക്ക് മനസ്സിലാവും. അത് പുറമ്പോക്ക് കിടക്കുന്നത്. ആ പുറമ്പോക്കിൽ മഴക്കാലത്ത് വെള്ളം കയറി മൂടുന്ന സ്ഥലമാണ് ഈ പാലം കൊണ്ട് സത്യത്തില് മഴക്കാലത്ത് നടക്കാനാണെങ്കിൽ മഴക്കാലത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ഉണ്ടാക്കിയെന്നാണല്ലോ വെപ്പ്. അങ്ങനെയാണെങ്കിൽ അതിലേക്കുള്ള വഴി എവിടെ? വഞ്ചി ഇടേണ്ടി വരും മറ്റേ പൊതു ഭൂമിയിലേക്ക് പോകണമെങ്കിൽ. ഇതിന് 100 മീറ്റർ താഴെ വാഹനങ്ങൾ കിടക്കുന്ന പാലുണ്ട്. ഇതിനൊരു 1 കിലോമീറ്റർ അപ്പുറത്ത് പാലുണ്ട്. പക്ഷെ ഇവിടെ ഇതിങ്ങനെ ആദ്യം ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോ ഞങ്ങളൊക്കെ ഈ നാട്ടുകാരിന്ന് ഉള്ള ലെവലിൽ വന്ന് ചോദിച്ചപ്പോ ഇവിടെ പറഞ്ഞത് തടയണയാണെന്നാണ്. പിന്നെ എന്താ സംഭവിക്കണമെന്ന് അവരാരോടും പറയാറില്ല. ഇവിടെ എഞ്ചിനീയറെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമുക്കൊരു കാര്യം ചോദിക്കണമെങ്കിൽ ഇവിടെ സൈറ്റ് എഞ്ചിനീയർ ഉണ്ടാവണല്ലോ. ഇല്ല, ഏതോ ഒരു തിരുവനന്തപുരത്തെ 2 പേര് അവരുടെ മുതലാളിയുടെ ആൾക്കാരാന്ന് പറഞ്ഞ് 2 പേര് കാണാൻ. ഇന്നാണെങ്കിൽ അവരെ കാണാനും ഇല്ല. ഒന്ന് നോക്കുക, അവരാരും ഇല്ല അവിടെ. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിങ്ങളുടെ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഈ ഹൈറ്റിൽ നിൽക്കണു. ഇനിയിപ്പോ ഓക്കെ, ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്ത് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ആൾക്കാർ എന്തായാലും വണ്ടി വരൂല, നടന്നു തന്നെ വരണം. ഈ നടന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ എൻഡ് പോയി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി റോപ്പിട്ട് ഇറങ്ങേണ്ടി വരും. അതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞ് അവര് സ്ഥലം കൊടുത്തില്ലെങ്കിൽ ഇത് എന്താവുന്നുള്ളത്. ഇനിയിപ്പോ അവര് സ്ഥലം കൊടുത്താൽ തന്നെ എവിടെ പോയി ഇറങ്ങുക? ഇനി എവിടേക്ക് പോയി കണക്ട് ആവും? അല്ല, സ്ഥലം നിലവില് അവിടെ ആരും സ്ഥലം കൊടുത്തിട്ടില്ല. ഇനി ഇപ്പോഴത്തെ ലെവലിൽ ഇവര് പ്ലാൻ ഇട്ടിരിക്കുന്നത് ചിലപ്പോ ഇവിടെ ഒരു വഞ്ചി ഇറക്കി ഈ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇപ്പൊ പണിത കണ്ടീഷൻ കണ്ടിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടുന്ന് അവിടേക്ക് ഒരു റോപ്പ് ഇറങ്ങി അവിടെ ഒരു വഞ്ചി ഇട്ട് വെള്ളപ്പൊക്കത്തിൽ കടക്കാനാണല്ലോ ഇപ്പോ ഈ എഞ്ചിനീയർ ഇതിന് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ വഞ്ചി ഇറക്കി അവിടുന്ന് ആ വഞ്ചിയില് അക്കരെയുള്ള ഊരുവാസികളെ അപ്പുറത്ത്
കൊണ്ടുപോയി ഇറക്കാന്നുള്ളതാണോ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. ഡച്ചിലൊക്കെ ഇതാണോ മാതൃക എന്നുള്ളത് നമുക്കറിയില്ല. അത് പഠിച്ചവർക്കും ഈ പ്ലാൻ തയ്യാറാക്കിയവർക്കും അറിയുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, അവിടെ പോയി വഞ്ചി ഇറങ്ങണം, ഇവിടെ തന്നെ വഞ്ചി പോയാൽ പോരെ. അല്ല, അത് മതിയായിരുന്നു. ഇങ്ങനെ ഒരു ഇത് കോൺക്രീറ്റ് ബിൽഡിംഗ് ഇതിന്റെ മേലെ കെട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സംഭവം ഇതിപ്പം ഒരു ഓട്ടോറിക്ഷ പോകാനുള്ള സൗകര്യത്തിനെങ്കിലും പണിത് അങ്ങേപ്പുറത്ത് വഴിയുണ്ടോ നോക്കിയിട്ടുണ്ട് അവർ ഇവിടെ ഒരു പാലം പണി തുടങ്ങാനായിട്ട്. അല്ല, അവിടെ സ്ഥലം വിലക്കെടുത്തിട്ട് വേണ്ട അവർ സ്ഥലം ഇത്. അല്ല, ഇനിയിപ്പോ അവിടെ സ്ഥലം എടുത്ത് അവിടെ ഒരു സ്ഥലം എടുത്തു ഇവര് വഴിയാക്കി കണക്ട് ചെയ്തു എന്ന് തന്നെ കൂട്ടിക്കോളി. എന്നാലും ഇപ്പൊ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരു സൈക്കിളിന് പോവാ അല്ലെ? ഇത് മൊത്തം സ്റ്റെപ്പാണ്. അല്ല മോനിക്ക, ഇവിടെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തപ്പോ ഇവിടെ വാർഡ് മെമ്പർമാരുണ്ട്, 2 പഞ്ചായത്തുണ്ട്. ഇത് അഗളി പഞ്ചായത്തും അത് പുതൂർ പഞ്ചായത്തുമാണ്. ഈ പുതൂർ പഞ്ചായത്തിലെ അഗളി പഞ്ചായത്തിലെയും ഭരണസമിതിക്ക് അവിടെ ഒരു പൊതുവഴിയുള്ളതും അവിടെയാണ് ഇതിന് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം ഉള്ളതെന്നും കൃത്യമായിട്ട് അറിയാം. അതായത് പുതൂർ പഞ്ചായത്തിലെ അവരൊക്കെ ഇവിടെ നന്നായി ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരാണ്. അവരെന്നെ ഇതിനൊരു അനുമതി ഇവിടെ കൊടുത്തതിന്റെ ദുരൂഹത സത്യത്തിൽ എന്താണെന്ന് നാട്ടുകാരായി നമുക്ക് മനസ്സിലാവണം. കാരണം അവിടെ പൊതുവഴിയുണ്ട്. വീട്ടിൽ ഊരിൽ നിന്ന് നേരിട്ട് വന്ന് കുക്കമ്പാളയം സെന്റ് പീറ്റേഴ്സ് ഹോസ്പിറ്റലിന്റെ അവിടേക്ക് പോകാനുള്ള വഴി, പൊതുവഴി അവിടെയുണ്ട്. പണ്ട് കാലം മുതൽ 10-40 വർഷമായിട്ടുള്ള 50 വർഷമായിട്ടുള്ള വഴി കിടക്കുന്നുണ്ട്. അപ്പോ അത് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നപ്പോ അന്ന് സംശയം ചോദിക്കാൻ ഞങ്ങളൊക്കെ വന്നപ്പോ അവര് ഇവിടത്തെ അന്ന് നിന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് ഇത് തടയണ, താഴ്ത്തുള്ള പോലെ തടയണ എന്നുള്ളതാണ്. നമ്മൾ പിന്നെ അതിൽ ഒരു ദുരുദ്ദേശം വിചാരിക്കണ്ടല്ലോ. കാരണം ഇവിടെ മെമ്പർമാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അങ്ങനെ നിരവധി ആളുകളുണ്ട്. അപ്പൊ നമ്മളൊക്കെ സാധാരണക്കാർ അതിലേക്ക് അടുത്തി ആടി ഇതെന്താ പ്രോജക്റ്റ് എന്നുള്ളതൊന്നും